മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ ദുആ ചെയ്യണേ, നിങ്ങൾ ഈ ദുആ ചെയ്യണേ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മയോടും ബാപ്പയോടും എനിക്ക് പറയാറുള്ളത്, നിങ്ങൾ ആരാകണമെന്നറിയുമോ? നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? പടച്ചവനെ, നിങ്ങൾ മാതൃകയുള്ളവര് വാപ്പയാകൂ, നിങ്ങൾ മാതൃകയുള്ളവരുമ്മയാവൂ. നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കള് പഠിക്കുന്നത്. പടച്ചവനെ, 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന വാപ്പയെ കാണുന്ന ചെറിയ മക്കളുണ്ടല്ലോ. ഇന്ന് നീ 18 20 വയസ്സുള്ളവരോട് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ അവന് പോകില്ലല്ലോ. ഉസ്താദേ, ഞങ്ങൾ പറയുന്നത് അവൻ അനുസരിക്കുന്നില്ല. അതാ പടച്ചവനെ, മുടി വളർത്തിയിട്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ. ഉസ്താദേ, ഞങ്ങൾ വെട്ടാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കത്തില്ല. നാണമില്ലേ പെണ്ണെ നിനക്ക് പറയാറ്? 12 15 വയസ്സുള്ള പൊന്നുമകർ ആണും പെണ്ണും കെട്ട രീതിയിൽ കാട് പോലെ മുടി വളർത്തിയിട്ട് നടക്കുമ്പോ അതൊന്ന് വെട്ടിപ്പിക്കാൻ നീ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകൂ. എന്തേ റബ്ബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത്? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു ഭർത്താവ് പടച്ചവനോട് പറയുന്നല്ലോ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണം തമ്പുരാനെ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണം തമ്പുരാന്, എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം തമ്പുരാന്, എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന്, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നീ നന്നാക്കണം തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ടവര്, എന്നിട്ട് അവസാനം പറയുന്നത് എന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ കഴിയുന്ന പടച്ചവനെ, അവർക്ക് 2 പേർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഭർത്താവാക്കി നീ എന്നെ മാറ്റണേ തമ്പുരാന് എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, വാപ്പാ നീ നേരെയാകൂ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നിന്നെ കാണുന്ന നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ വരെ ചോദിക്കുന്നു, വാപ്പാ എന്നെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ? ഞാനും വരട്ടെ നിസ്കരിക്കാൻ. ചെറിയ മക്കള് ചോദിക്കുകയാ, വാപ്പാ ഞാനും പള്ളിയിലേക്ക് കടന്നു വരട്ടെ. നീ എങ്ങാനും ഒരു ദിവസം പള്ളിയിൽ പോകാതിരുന്നാൽ മക്കള് ചോദിക്കുന്നു, പോകുന്നില്ലേ ഉപ്പാ? നിസ്കരിക്കാൻ പോകുന്നില്ലേ വാപ്പാ? പടച്ചവനെ, പൊന്നുമക്കള് ചോദിക്കുകയാണ്. അതാ വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പടച്ചവനെ, കൊച്ചുകുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വന്ന് കിടന്ന് നിസ്കരിക്കുകയാ. ചെറുപ്പം മുതലേ കാണുകയാണ്, ചെറുപ്പം മുതലേ കാണുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്ത് നീ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, നാളെ പരലോകത്ത് വെച്ച് നിന്റെ ഭാര്യയെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾ കുടുംബനാഥ, നീ നിന്റെ വീടിന്റെ വിളക്കാവൂ, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകൂ, നീ നിന്റെ ഭാര്യക്ക് മാതൃകയാകൂ.
നാട്ടുകാര് പൊക്കി പറയുന്നതിൽ കാര്യമില്ല, നീ മഹാനാണെന്ന് നാട്ടുകാര് പറയുന്നതിൽ കാര്യമില്ല, നീ നല്ലവനാണെന്ന് ആര് പറയണമെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയണം, നിന്റെ പ്രിയപ്പെട്ട മക്കള് പറയണം നീ നല്ലവനാണെന്ന്. അപ്പോഴാണ് പടച്ചവന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എത്ര പാതിരാത്രി വന്ന് കിടന്നാലും സുബഹി നിസ്കാരം മുടക്കാറില്ല. അല്ലാഹുവേ, ഭാര്യ അഭിമാനത്തോടു കൂടി പറയണം, എന്റെ ഭർത്താവ് ഒരു വഖത്ത് പോലും നിസ്കാരം കളയാക്കാത്തവനാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് പറയണം, ഞങ്ങളുടെ വാപ്പയാരെന്നറിയോ? എത്ര നല്ല മനുഷ്യനാ, എന്റെ ഉപ്പയെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് സ്വന്തം മക്കൾ അഭിമാനത്തോടു കൂടി പറയുന്ന രീതിയിൽ ഒരു വാപ്പ വളരുമ്പോഴാ മനുഷ്യൻ വീടിന്റെ നാഥനാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയുള്ള വാപ്പയാകൂ, മാതൃകയുള്ള ഉമ്മയാകൂ. പടച്ചവനെ, മക്കള് നന്നാകുമല്ലോ, മക്കള് നേരെയാകുമല്ലോ, അവര് നിസ്കരിക്കുമല്ലോ, അവര് ഖുർആൻ ഓതുമല്ലോ. ഇന്ന് വീടിന്റെ അകത്ത് കടന്നു ചെന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിത്തല്ല, കൂടപ്പറപ്പുകള് തമ്മിത്തല്ല. പടച്ചവനെ, സ്നേഹമില്ലല്ലോ, വീടിന്റെ അകത്ത് സമാധാനമില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത്? ഇന്ന് ലോകത്തെല്ലാവരും സമാധാനമില്ലാതെ പരക്കം പായുകയാണ്. പടച്ചവനെ, ലക്ഷങ്ങൾ ചെലവഴിച്ച് വീട് വെച്ചിട്ടുണ്ട്, വീടിനകത്തേക്ക് കടന്നു ചെന്ന സമാധാനമില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. വീട് സമാധാനം തരുന്ന ഇടമാണെന്ന് ഖുർആൻ പറയുന്നു. നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ല. പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്റെ ഭാര്യയുണ്ടല്ലോ. പലരും ചോദിക്കും, എന്തിനാ ഉസ്താദേ പെണ്ണ് കിട്ടുന്നത്? അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? ആരെങ്കിലും വിവാഹം കഴിച്ച അല്ലാഹു അവന് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്ന് സമാധാനമില്ലാതെ ജനങ്ങൾ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. എടോ, സ്വന്തം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നീ ഒരു കൊട്ടാരം പണിതു, പോയി കിടക്കുമ്പോ സമാധാനം ഉണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞത് വീട്ടിനകത്ത് സമാധാനമുണ്ടെന്നാ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഇടമെന്ന് ഖുർആൻ പറയുന്നു. നീ കോടികൾ പണിതിട്ട് നിനക്ക് സമാധാനമില്ല. എടോ ഭാര്യ, എടോ ഏതൊരു മനുഷ്യനും തൻ്റെ സ്വാലിഹത്തായ ഭാര്യയുടെ മുഖത്ത് നോക്കി അവന് സമാധാനമുണ്ട്. നിനക്ക് അവളെ കെട്ടിയ അന്ന് മുതൽ സമാധാനം പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ, ലൈവാ, പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുക എന്തേ പൊക്കാഞ്ഞെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, എൻ്റെ മുന്നിലിരിക്കണ അധികം പേരും പെണ്ണ് കെട്ടിയവരാ, കൈ പൊക്കിയില്ല. എൻ്റെ മുന്നിലിരിക്കണ ഈ ഫാൻ വേണ്ട ഉസ്താദ്, എൻ്റെ മുന്നിലിരിക്കണ പലരും പെണ്ണ് കെട്ടിയതാ, കൈ പൊക്കിയില്ല. എന്തെന്നറിയോ? ഉസ്താദെ, ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദെ എന്നാ ചോദിക്കണേ. ഇവിടെ തന്നെ ഇവളെ സഹിക്കാൻ പറ്റണില്ല, ഇനി അവിടെ ഉണ്ടോന്നും. എടോ, ഖുർആൻ പറഞ്ഞ് എന്തെന്നറിയോ? ഈ ചെറുപ്പക്കാരി ചോദിക്കുക, എന്തിനാ ഉസ്താദ് ഒറ്റയ്ക്ക് നടക്കണേയല്ലേ നല്ലത്? പാതിരാത്രി വിടകി വീട്ടിൽ കയറി പോകാം, ആരും വിളിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും ഫോണ്, എവിടെ പോയി, എങ്ങനെ പോയി, ഇങ്ങനെ പോയി, സമാധാനമില്ല ഉസ്താദെ. എടോ, എന്തിനാ പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അള്ളയല്ലേ പറഞ്ഞേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഏതൊരു തൻ്റെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ കണ്ണ് കുളിർമയാകും, ഏത് ദുഃഖവും മാറും. സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി, ഏത് ദുഃഖവും മാറും. ഏത് വാപ്പയാടാ മക്കളെ നോക്കിയിട്ട് ദുഃഖം മാറ്റണേ? ഏതെങ്കിലും ഒരു വാപ്പയ്ക്ക് അല്ലാഹു തന്ന കണ്ണിന് കുളിർമയുള്ള മക്കളെ നോക്കിയിട്ട്, പടച്ചോനെ എൻ്റെ മക്കൾ അൽഹംദുലില്ലാ, ആരുമില്ലെങ്കിൽ എൻ്റെ മക്കളുണ്ടല്ലോ, ആർക്കാടാ സമാധാനം? ഇഷ്ടം പോലെ പൈസ ഉണ്ട് കയ്യിൽ, എന്തേ നിനക്ക് തികയാത്തെ? എടാ, കോടിക്കണക്കിന് പണം നിന്റെ കയ്യിലുണ്ടല്ലോ, മട്ടൻ ബിരിയാണി, മട്ടൻ മന്തി കൊണ്ടുവച്ചിട്ട് എന്തേ നിനക്ക് തിന്നിട്ട് നിറയാത്തെ? സമാധാനം എന്ന് പറയുന്ന സാധനം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാനവ സഹോദര. എന്തുകൊണ്ട് ഉസ്താദ് എന്തെന്നറിയില്ല, എൻ്റെ ഇക്ക വീട്ടിലേക്ക് കയറി വന്ന ഞങ്ങൾ രണ്ടുപേരും തമ്മി തല്ലല ഉസ്താദെ.
കൂടപ്പിറപ്പുകൾ, എടാ നിങ്ങൾ രണ്ടുപേരും ചേട്ടനും അനിയനും അല്ലേടാ, എന്തിനാടാ ഇങ്ങനെ തല്ലണേ? ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മമാര് തന്നെ ചോദിക്കുകയാ. എന്നിട്ട് പറയും ആരോ മുട്ട കുഴിച്ചിട്ടെന്ന്. മുട്ട കുഴിച്ചിട്ടതല്ല, നിനക്കാരും കൂടോത്രം ചെയ്തൊന്നുമല്ല. നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പൈസ ഒന്നും വേണ്ട, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1 രൂപയും തരണ്ട. നിന്റെയൊക്കെ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താനുണ്ടല്ലോ, അതെന്താ? നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തതിൻ്റെ കാരണം, സന്തോഷമില്ലാത്തതിൻ്റെ കാരണം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മരക്ക് നിന്റെ വീടിൻ്റെ പടി പോലും ചവിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറയടോ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണ? നിർത്താറായോ? 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 ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്ത് നോക്കുന്നു. 10:45 ആയുള്ളൂ. ഞാൻ എത്രയൊക്കെ നിർത്താമെന്ന് പറഞ്ഞാൽ 11 മണിക്കല്ലേ. ഞാൻ നിർത്തിയേക്കാം 15 മിനിറ്റും കൂടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാത്തിൻ്റെയും ഷർറ് മുസീബത്ത് മാറാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഒരിടത്തും പോണ്ട, ഒരു മന്ത്രവാദി അടുത്തും പോണ്ട. നിന്റെ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. ഈ എന്തിനാപ്പ ഈ കയറും കഴിച്ചേടോ സംഘാടകരെന്ത്? അവന്മാർ ഹാഫിലിങ്ങൾ അവന്മാർ ഇങ്ങോട്ട് പറഞ്ഞ് ആ കയറും കഴിച്ചു വിടുറോ. ആൾക്കാരൊന്ന് കയറിയിരിക്കട്ടെ, കയറൊന്ന് അഴിച്ചേരെ. എന്താ ഒന്നഴിക്കടോ? അൽഹംദുലില്ലാ. ആ കയറും കഴിച്ച എല്ലാവരും ഒന്ന് കയറി. നിങ്ങൾ കൊറോണ മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയവാ, ഒന്ന് അടുത്തിരി കാണാനാ. നിങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാ കയറിയിരുന്നു. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾ കയറിയിട്ടാ മക്കളെ. ഹാഫിൽ നിങ്ങൾ ഇങ്ങ് മുമ്പോട്ട് കസേര എടുത്തിട്ട് വാ, ഇങ്ങോട്ട് കയറി വാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഓടേണ്ടവരൊക്കെ ഓടിക്കോളി. അസ്രായിൽ വരുമ്പോൾ എവിടെ ഓടാനോ? ഓടി എവിടെ വരെ ഓടാനാ? ഒരു പരിധിയുണ്ട്, ഓടിക്കോ. നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കും ബാബാ, പെട്ടെന്ന് വാ. അൽഹംദുലില്ലാ. കയറിയിരിക്കടോ ചങ്ങായിമാരെ. നിങ്ങളെ കയറി മുമ്പോട്ട് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് കയറ്. അൽഹംദുലില്ലാ. പെട്ടെന്ന് വാ, ഒരു വഴി പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. പോകേണ്ടവർ അതിലേ അങ്ങ് പൊക്കോളി. റോഡിൽ നിൽക്കുന്നവരൊക്കെ നിന്ന് കാല് കിടക്കേണ്ട, വീട്ടിൽ പൊക്കോളിയും. പൊക്കോ, പോയി കിടന്നുറങ്ങി ഇൻഷാ അല്ലാഹ്. അവിടെ നിന്നിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ പോയി കിടന്നുറങ്ങും. പോ. ബിസ്മില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എല്ലാം കയറ്. അൽഹംദുലില്ലാ. എന്താ തങ്ങളെ ബക്കറ്റ് ഉരുവല്ലോ ഉണ്ടോ? അവസാനം പോരെ? സന്തോഷം. നിങ്ങളിരിക്കടോ. ഡോക്ടർ കേൾക്കണം ഇൻഷാ അല്ലാഹ്. വാ. അൽഹംദുലില്ലാ. കയറി, പെട്ടെന്ന് കയറി. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിഗിന റസൂലുള്ളാഹി. ഉറക്കപ്പറ, നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 5 കാര്യങ്ങൾ 5 സ്ഥലത്തിരുന്ന് കരയും. കരഞ്ഞാ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. 1, ഒരു നാട്ടിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല. ഒരു നാട്ടിൽ വലിയ പള്ളിയൊക്കെ, ഇപ്പം എല്ലാം വലിയ പള്ളിയുടെ കാലമാണ്. ഒരു നാട്ടിൽ പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. എങ്ങനെ? ഒരു നാട്ടിൽ പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ നാട്ടുകാരില്ലാതെ വന്നാൽ ആ പള്ളി കരയും. ആ പള്ളി കരഞ്ഞ ആ നാട്ടുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹുമാറാകട്ടെ. ഇവിടെ ഒരു പള്ളി ആകാശവുമായി ബന്ധിപ്പിക്കുന്ന കാര്യം, ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് ഒരു പള്ളി. അപ്പം ആ നാട്ടുകാർ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ പള്ളി കരയൂലേ? പള്ളി കരയും. കരഞ്ഞാൽ നീ എന്തറിയും? വല്ലാത്ത വരൾച്ച, എന്തോന്നറിയില്ല, പഴയതുപോലെ പൈസ ഒന്നും വരുന്നില്ല, ദാരിദ്ര്യം, ശത്രുത, തമ്മിലടി അറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇങ്ങനെ ഉസ്താദ് ഇപ്പം നിസ്കരിക്കാനൊക്കെ ആൾ വന്നു തുടങ്ങിയില്ലേ പള്ളിയിലൊക്കെ? ഇല്ലേ നിങ്ങൾ? ഇൻഷാ അല്ലാഹ് ഇപ്പം പള്ളിയിലൊക്കെ ആൾ കയറി തുടങ്ങി. കൊറോണ അവിടെ മാത്രമേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. കൊറോണ എവിടെ ഉള്ളത്? എവിടെ? ഇവിടെ കണ്ടല്ലേ ഇപ്പോൾ ഒരു സ്റ്റേഡിയം ഇടിഞ്ഞു വീണത് മലപ്പുറത്തോടോ? കളിയുണ്ടോ? കൊറോണ ഉണ്ടായിരുന്നോ? എവിടെയൊക്കെ ഇടിഞ്ഞു വീണു. കല്യാണ വീട്ടിൽ പോകുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ ഒന്നും കൊറോണ ഇല്ല. ബസ്സിനകത്തൊക്കെ കാലുകുത്താൻ സ്ഥലമില്ലപ്പാ. പള്ളി വഴുതിന് വരുമ്പോൾ കൊറോണ. അള്ളാഹു കാക്കുമാറാകട്ടെ. ശരി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് 2, എടോ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്.
ആ വീട്ടുകാരാ ഖുർആൻ എടുത്ത് ഓതുന്നില്ലെങ്കിൽ അത് വീടിനകത്തിരുന്ന് കരയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്. ആ വീട്ടുകാരാ ഖുർആൻ തുറന്നു നോക്കണില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരയും. ഖുർആനിൻ്റെ കണ്ണുനീര് വീണ ആ വീട് നേരെയാകുമോ? നിങ്ങൾ പറ. നിന്റെ വീടിൻ്റെ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഖുർആൻ, തൊടാറുണ്ടോ? പൊടിയെങ്കിലും തുടയ്ക്കാറുണ്ടോ? ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പൊടിയെങ്കിലും തുടയ്ക്കാറുണ്ടോ? അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക, വരുന്നവർക്ക് കാണാൻ ഞാൻ വലിയ ആളാണെന്നറിയാൻ നിരത്തി വെച്ചിരിക്കുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് നീ വെച്ചിരിക്കുന്ന ഖുർആനുണ്ടല്ലോ, നീ ഒന്ന് തുറന്നു നോക്കാത്ത ഖുർആനുണ്ടല്ലോ, ആ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹു ഇറക്കിയതെങ്കിൽ പേടിച്ചിട്ടത് പൊടിഞ്ഞു പോകുമായിരുന്നു. അള്ളാന്റെ ഖുർആൻ പറയുന്നൊരു പർവ്വതത്തിന്റെ മുകളിലാ ഖുർആൻ ഇറങ്ങിയതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചിട്ടത് പൊടിഞ്ഞു ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. നമ്മുടെ വീടിൻ്റെ അലമാരിക്കകത്ത് വെച്ചിട്ട് ഇനി ആരെങ്കിലും തീരണം അതൊന്ന് എടുക്കണമെങ്കിൽ, പാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഒന്ന് മരിക്കണം, അപ്പം ഇങ്ങനെ പൊടി തട്ടിയിട്ട് എടുത്തിട്ട് ബിസ്മില്ലാ ഓതും. ആ ഖുർആൻ നിൻ്റെ വീടിനകത്തിരുന്ന് കരയുന്നുണ്ട്. പിന്നെ എങ്ങനെ നിൻ്റെ വീട്ടിൽ സമാധാനം കിട്ടും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അധികം പേരും ഖുർആൻ ഓതും, പക്ഷെ ഖുർആൻ നോക്കി ഓതൂല്ല. ഞാൻ പറയുന്ന നിൻ്റെ വീട്ടിൽ 5 ഖുർആൻ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ഖുർആൻ ഒന്ന് തുറന്നെങ്കിലും നോക്ക്. ഒന്നെടുത്തു വെച്ച് നീ ഒരു ഫാത്തിഹയെങ്കിലും ഓത്. അതല്ലാതെ ഇങ്ങനെ ഒരു വസ്തുവിനെ പോലെ നീ അതിനകത്ത് വെച്ചാൽ അതവിടെ ഇരുന്ന് തേങ്ങും. ആ തേങ്ങൽ നിൻ്റെ വീട് വരെ നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഓതാറുണ്ടോ സഹോദര? ഓരോ മനുഷ്യനും ചിന്തിക്കടോ, വീട്ടിൽ വെച്ചിരിക്കുന്ന ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഒരായത്ത് ഓതിയ ദിനം നിനക്ക് ഓർമ്മയുണ്ടോ? ഭാര്യയോട് ഓതുമോ? നീ ആരാ വാപ്പയെന്ന് പറഞ്ഞ് നടക്കുകയാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് തോന്നുന്നു. മഹാനവറുകൾ മരണത്തിൻ്റെ വേളയിൽ കിടക്കുകയാ. മരണത്തിൻ്റെ വേളയിൽ കിടക്കുമ്പോൾ പടച്ചവനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന സ്വഹാബികൾ കടന്നു വന്നു. പാവപ്പെട്ടവനാ, കുറച്ചു പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, പെൺമക്കളൊക്കെ വളർന്നു വരുന്നല്ലോ, കെട്ടിക്കണമല്ലോ, ഇന്നു വരെ നിങ്ങളൊന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ സ്വഹാബി അവിടെ നിന്ന് കരയുകയാ. എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരിക്കലും ടെൻഷനില്ല, എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരിക്കലും ടെൻഷനില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏത് വീടിൻ്റെ അകത്താണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുത്തി നബിയല്ലേ പറഞ്ഞത്, നീ എന്തിനാ ടെൻഷൻ അടിക്കണം, എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കും, എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കുമെന്ന്. ഇവിടെ സൂറത്തുൽ വാഖിഅ സഹാബി പറയുന്നു, എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും എല്ലാ ദിവസവും എൻ്റെ മക്കൾ ഓതാറുണ്ട്. എനിക്ക് ടെൻഷനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എല്ലാ ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ദാരിദ്ര്യം മാറുമല്ലോ, ആ വീട്ടിൽ ദാരിദ്ര്യം വരില്ലല്ലോ. സൂറത്തു യാസീൻ ഓതിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് യാസീൻ പാരായണം ചെയ്താ യാസീൻ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അള്ളാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ സൂറത്തുൽ മുൽക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അവന്റെ 6 അടി മണ്ണ് രക്ഷപ്പെടുമല്ലോ, അവന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുമല്ലോ. പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണ് പ്രകാശിപ്പിക്കുന്ന സൂറത്താണ് 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക്. സൂറത്തുർ റഹ്മാനിന്റെ പ്രതിഫലം അറിയുമോ? ഏത് വീട്ടിലാണോ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നത് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ.
അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന സൂറത്താ സൂറത്തുർ റഹ്മാൻ. സൂറത്തു സജദ അറിയില്ലേ പെങ്ങള്? സൂറത്തു സജദ അറിയില്ലേ പെങ്ങള്? ആരെങ്കിലും സൂറത്തു സജദ പാരായണം ചെയ്താൽ അവൻ ഉംറ ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്ത ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യം ഉണ്ടാവൂല വീട്ടില്. ഒരിക്കലും ആ വീട്ടിൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. എന്ത് ചെയ്താൽ മതി? സൂറത്തുൽ വാഖിഅ ഓതിയാ മതി. സൂറത്തുൽ മുൽക്ക് 6 അടി മണ്ണിലെ ഖബർ പ്രകാശിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരത്തില്ല, അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരും. സൂറത്തുർ റഹ്മാൻ ഓതിയ ചരിത്രങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. യാസീൻ ഉസ്താദെ, മക്കളില്ല ഉസ്താദ്, വീടില്ല ഉസ്താദ്, കച്ചവടമില്ല ഉസ്താദ്, ദാരിദ്ര്യ ഉസ്താദ്. എടാ യാസീൻ ഓതട ചങ്ങാതി. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്. നിനക്ക് എന്താണോ വേണ്ടത് അള്ളാഹു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയിനാ റസൂലുള്ളാഹി. ഇപ്പൊ എന്താ ചെയ്യാ? കുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നിരന്നിരുന്ന് കുത്തലല്ല. എവിടെ യാസീൻ? ചിലത് ടിവിയുടെ ഫ്രണ്ടിൽ, ചിലത് മൊബൈലിൽ കുത്തൽ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ ചിലർ ഖുർആൻ ഓതൽ. ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ഉപ്പളയിൽ ഒരു കടയിൽ പോയി. ഉസ്താദെ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു മോനെ ഒരു യാസീൻ ഓതണം കേട്ടോടെ. എല്ലാ ദിവസവും ഓതുന്നുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു ആരും ഓതുന്നുണ്ട്? മൊബൈൽ ഓതുന്നുണ്ട് ഉസ്താദെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതന്നെ ആരാടാ ഖുർആൻ നോക്കി ഓതുക? ഖുർആൻ നോക്കി ഓതുന്ന ആരാ? ഇവിടെ ഖുർആൻ ഈ കാണാതെ പഠിച്ച ഹാഫിളീങ്ങൾ ഇവന്മാർ കാണാതെ ഓതുന്നതാണെന്ന് പ്രതിഫലം കൂടുതൽ, കണ്ടു ഓതുന്നതാണോ പ്രതിഫലം കൂടുതൽ? എടേ ഇവന്മാര് ഹാഫിളല്ലേ? ഏത് ആയത്തുപോലും പറയില്ലേ? ഇവര് കണ്ടോതുന്നതാണോ പ്രതിഫലം കൂടുതൽ, കാണാതെ പോകുന്നതിനാണോ? അപ്പൊ ബുദ്ധിയുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് എന്തേ ഓതാത്തെ? എന്തേ ഉസ്താദെ വീട്ടിൽ ശൈത്താൻ ഇരിക്കുന്നു ഉസ്താദെ? ശൈത്താൻ ഇറങ്ങിപ്പോകാനുള്ള വഴി വേണോ? പൈസ ഒന്നും വേണ്ട, ഒറ്റ ആയത്തോതിയാൽ മതി. ഏത് ശൈത്താൻ ഇറങ്ങിപ്പോകും? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വീടിനകത്തിരിക്കുന്ന ശൈത്താൻ ഇറങ്ങാൻ ഒരിടത്തും പോണ്ട. ഖുർആനിലെ ഒറ്റ ആയത്തോതിയ ഇന്നത്തോട് അവിടെ നിന്ന് സർവ്വത് ഇറങ്ങും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോതിയാ മതി? ഉസ്താദെ വീട്ടിൽ വരക്ക് പോക്കൊണ്ടെന്നൊക്കെ പറയണില്ലേ? ഖുർആനിലെ ഒരായത്തോതട ചങ്ങാതി. ശൈത്താൻ തൻ്റെ മക്കളെയും വിളിച്ചോണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ശൈത്താനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ? അതെങ്ങനെ ഉസ്താദെ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ? എങ്ങനെ ഓനെ ഇറക്കി വിടുക? ഞങ്ങൾ അത്രയും ചങ്കുവല്ലേ? എങ്ങനെ ഉസ്താദ് ഓനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീടില്ലല്ലോ. ഇവിടെ ഖുർആനിലെ ഒരായത്തോതിയാൽ മതി, വീട്ടിലിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞതല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഓതുവോ? താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈ വെക്കിക്കേ. ശൈത്താൻ ഇറക്കി വിടാൻ പടച്ചവനെ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ, ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ അവനെ ഓടിച്ചേക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ തങ്ങൾക്ക് രാത്രിയിൽ ഒരു ജോലി കൊടുത്തു, കുറച്ച് സാധനങ്ങൾക്ക് കാവൽ നിൽക്കാൻ. അബൂ ഹുറൈറ തങ്ങളിങ്ങനെ കാവൽ നിൽക്കുക. രാത്രി ഒരുത്തൻ തലയിൽ കൂടെ തുണിയിട്ടുകൊണ്ട് വന്ന് ചാക്കിനകത്ത് വാരുക, മോഷണം നടത്തി. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു. വാടാ നബിയുടെ മുന്നിൽ പോകാം. അല്ലോ കൊണ്ടുപോകല്ലേ അബൂ ഹുറൈറ, പട്ടിണിയാ, ദാരിദ്ര്യവാ, വലിയ പ്രശ്നമാ, ഗതികേട് കൊണ്ടുവന്നതാ. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു അവിടെ ഇട്ടിട്ട് പോ, ഇനി മേലാ മൂട്ടിച്ചേക്കരുത്, പോടാ പറഞ്ഞു വിട്ടു. 2ാമത്തെ ദിവസവും വന്നു, അപ്പോഴും പിടിച്ചു. വാ എന്നെ കൊണ്ടുപോകും, ഇന്നലെ നിനക്ക് ഞാൻ വാണിങ്ങി തന്നല്ലേടാ. അബൂ ഹുറൈറ, എൻ്റെ മക്കൾ കടന്ന് നിലവിളിക്കുന്നു, അത് കണ്ടിട്ട് വന്നതാ. അബൂ ഹുറൈറ, എന്നെ കൊണ്ടുപോകരുത്. ശരി പൊക്കോ, ഇനി മേലാ ചെയ്തേക്കരുത്. 3ാമത്തെ ദിവസവും മോട്ടിക്കാൻ വന്നപ്പോൾ പിടിച്ചു. ഇനി നിന്നെ ഞാൻ വിടൂല, നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും, നിനക്ക് ശിക്ഷ വാങ്ങിത്തരും. അയാൾക്ക് മനസ്സിലായി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പഠിപ്പിച്ചു തരാം. ഞാൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ ശൈത്താൻ്റെ ഷെർറ് മാറും, ശൈത്താൻ്റെ എല്ലാ ഷെർറും മാറും. ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞു തരാം. അബൂ ഹുറൈറ തങ്ങൾക്ക് ഇൽമെന്ന് പറഞ്ഞ ആർത്തിയ ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളി നിസ്കരിക്കാൻ പോയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ അബൂ ഹുറൈറ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിയെ 2 ദിവസം കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഓം വല്ലാത്ത സങ്കടം പറഞ്ഞപ്പോൾ, ഞാനും പട്ടിണി കിടന്നിട്ടുള്ളതല്ലേ,
എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പക്ഷെ 3-ാമത്തെ ദിവസം ഞാൻ കൊണ്ടുവരാമെന്ന് തന്നെ തീരുമാനിച്ചതാണ്. പക്ഷെ അവൻ എനിക്കൊരു ഇൽമ പഠിപ്പിച്ചു തന്നു നബിയെ. എന്താ ഇൽമ? ഖുർആനിലെ ഒരായത്ത് ഓതിയ ഇബ്ലീസിൻ്റെ ഷെർറ് മാറുമെന്ന് അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം നബിതങ്ങൾ ചോദിച്ചു, നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബിഗിനാ റസൂലുള്ളാഹി. അബൂ ഹുറൈറ തങ്ങളോട് ഇവ എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തില്ലേ ഖുർആനില്, ആയത്തുൽ കുർസി ഇല്ലേ, ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഈ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ നിന്ന് ശൈത്താനിൻ്റെ ഷെർറ് മാറുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഓൻ ആയത്തെ കുറിച്ചാ പറഞ്ഞതെന്ന്. അപ്പോഴാ പറഞ്ഞേ, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്നിട്ട് ചോദിച്ചു, അവൻ ആരായിരുന്നെന്നറിയോ? അറിയില്ല നബിയെ, അവൻ ഇബ്ലീസായിരുന്നു എന്ന് നബിഗിനാ റസൂലുള്ളാഹി. ആരാ പറഞ്ഞു കൊടുത്തത്? അവനെ പൂട്ടാനുള്ള വഴി തന്നെ ആര് പറഞ്ഞു കൊടുത്ത്? അതാ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീട്ടിൽ പോയിട്ട് ആയത്തുൽ കുർസി ഓതിയ ശൈത്താൻ തൻ്റെ മക്കളോട് പറയും, ഇത്രയും നാൾ വാടക ഒന്നും കൊടുക്കാതെ താമസിക്കാൻ പറ്റി, ഇനി പറ്റൂല, ഇറങ്ങിക്കൊള്ളാൻ, ഇന്ന് വേറെ വീട് നോക്കിക്കൊള്ളാൻ ഇബ്ലീസ് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി. വേണമെങ്കിൽ പോയി ഓദിക്കോ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എടോ ഖുർആൻ ഓതടോ സഹോദര, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. ആ വീട്ടിൽ അൽഹംദുലില്ലാ സമാധാനം വരും. പണ്ടങ്ങനല്ലേ? കൊട്ടാര ആർക്കാ ഉള്ളേ? ഇന്ന് പടച്ചവനെ പുരോഗതി എന്ന് പറഞ്ഞാൽ, വികസനം എന്ന് പറഞ്ഞാൽ വലിയ വികസനം. പണ്ടത്തെ വീട്ടിൽ നിങ്ങൾ നോക്കിക്കുക, പണ്ടത്തെ വീട്ടിൽ ബാത്റൂം വെളിയിൽ, പണ്ടത്തെ വീടുകൾ നിങ്ങൾ നോക്കിയ ബാത്റൂം വെളിയിൽ, അടുക്കള അകത്ത്. വീടിനകത്ത് ഭക്ഷണം വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും, എന്നിട്ട് വിസർജിക്കാൻ വീടിന് പുറത്തു പോകും. ഇന്നോ അടുക്കള പുറത്ത്, ബാത്റൂം അകത്ത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് നമ്മുടെ ആ ഒരു ചെറിയ വീടിനകത്ത് AC ഇല്ല, ഡബിൾ കോട്ട് കട്ടിലില്ല, വാപ്പായും ഉമ്മായും 3-4 മക്കളും. അള്ളാഹുവേ, എന്ത് സുഖത്തോടെ ജീവിച്ച് നമ്മളൊക്കെ. എന്തൊരു സമാധാനം ഉണ്ടായിരുന്നറിയോ? കൊട്ടാരങ്ങളിൽ കിട്ടുമോ സഹോദര? ആ തറയിൽ പാവിരിച്ചിട്ട് കടന്നപ്പോൾ 5, 6, 7 മക്കളുള്ളവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ, എടാ എൻ്റെ കൂടെ പുറപ്പെടാ. എന്തൊരു സ്നേഹമെന്നറിയോ? പണ്ടുള്ള സഹോദരങ്ങൾ, നാട്ടുകാരെന്ത് പറഞ്ഞാൽ എൻ്റെ അനുജൻ എൻ്റെ കൂടെ ഉണ്ടടാ. എൻ്റെ സഹോദരങ്ങളെ മാതാപിതാക്കളും മക്കളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്നലത്തെ പത്രം കണ്ടോ? സ്വന്തം വാപ്പ തന്നെ മോനെയും മരുമകളെയും 2 എണ്ണത്തിനെയും കത്തിച്ചു കളഞ്ഞു. എന്തുകൊണ്ട് സഹോദര? ശത്രുത. പണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം. എടോ, ഈ ആകാശത്തിൻ്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഈ ആകാശത്തിൻ്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണെന്ന് നബിഗിനാ റസൂലുള്ളാഹി. ഉറക്കപ്പറ, നബിഗിനാ റസൂലുള്ളാഹി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? എടോ, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണം. പണ്ടൊക്കെ അങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഭക്ഷണമിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് നിൻ്റെ ഏറ്റവും വലിയ ശത്രു നിൻ്റെ കൂടപ്പിറപ്പ, നാട്ടുകാരനല്ല. നിൻ്റെ ഏറ്റവും വലിയ കൂടെ ഇന്നലെ വരെ കൂടെ കടന്നവൾ പിണങ്ങി കോടതി പോയിട്ട് പറയും, അവൻ പീഡിപ്പിച്ചു, അവൻ്റെ വാപ്പ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വാപ്പ കയറി പിടിച്ചു എന്ന് വരെ പരാതി കൊടുക്കും ഭർത്താവിൻ്റെ വാപ്പയ്ക്കെതിരെ വരെ. സഹോദര, അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി. നബിഗിനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മത്സരിക്കടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് വന്നപ്പോൾ ആരോ ചോദിച്ചു, ആയിഷ, നിൻ്റെ ഭർത്താവ് എങ്ങനെ ഉണ്ടായിരുന്നു? നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ. എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു. ഭാര്യ അഭിമാനത്തോടു കൂടി പറയണം നാട്ടുകാരോട്,
നിന്റെ കൂട്ടുകാരികളോട്, നിന്റെ അയൽവാസികളോട് നിന്റെ ഭാര്യ പറയണം, എൻ്റെ ഇക്കാരെന്നറിയോ, ഏത് പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ ഒരൊറ്റ വക്കത്ത് മുടക്കാത്ത മനുഷ്യൻ. അഭിമാനം അവിടെയാടോ സഹോദര. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 40 മക്കൾ. ഇവരാരെന്നറിയോ? തൊടണമെങ്കിൽ ഒളിവ് എടുക്കണേമാരെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച 46 മക്കൾ. ഈ ഇമാം ഗസാലി തങ്ങൾ പറയണത് ഇവന്മാരെ തൊടണമെങ്കിൽ ഒളിവെടുക്കണമെന്നാ. പള്ളിക്കാരനെങ്കിൽ ഒളിവ് വേണോ? നിങ്ങളെന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ? ഈ കുട്ടികളെ തൊടണമെങ്കിൽ ഒളിവെടുക്കണം. കാരണം ഇവർ ഖുർആൻ ചുമക്കുന്നവരാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈ മക്കൾക്ക്, അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവരൊക്കെ തൊടണം. ഇമാരെങ്ങാണം പള്ളിപ്പറമ്പിൽ പോയാൽ മതി. നമ്മളൊക്കെ പള്ളിപ്പറമ്പിൽ പോയാൽ കബറും കാട്ടി കിടക്കുന്നവർ പറയും, ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ട് വരല്ലേ എന്ന്. ഇങ്ങോട്ടെങ്ങും വന്നേക്കല്ലേ എന്ന് അവർ പറയും. ഇവരിറങ്ങിപ്പോയാൽ ഇവർ പോയതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഞാനിന്ന് പറയാൻ കാരണം, ഈ ഇരിക്കണ നിങ്ങൾ കാണണം സഹോദര. A+ വാങ്ങിയ മക്കളുടെ ഫ്ലെക്സ് റോഡിലും പോസ്റ്റിലും എടുത്തു വെക്കണ കാലത്ത് 46 മക്കൾ. A+ ഏത് പൊട്ടനും പറ്റൂടാ. A+ വാങ്ങാൻ ആർക്കും പറ്റും. അതിലൊന്നും കാര്യമില്ലടോ. ഖുർആനിലെ 114 അധ്യായത്തിലെ ഏത് അധ്യായം ചോദിച്ചാലും ഓതാ അറിയാവോ ഈ 100 A+ വാങ്ങുന്നവൻ? എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ച കുട്ടിയോട് ഖുർആനിലെ ഒരായത്തുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇല്ല. അതിലൂടെ ആയത്ത് അല്ലേ? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരു പേജുണ്ട് ആയത്ത് ഇല്ലേ? ഖുർആനിലെ ഒരു പേജുള്ള ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇല അജലിൻ മുസമ്മ എന്ന് തുടങ്ങുന്ന ഒരായത്ത്. ഈ A+ വാങ്ങിച്ചവനെ പിടിച്ചിരുത്തിയിട്ട് അതൊന്ന് കാണാ പിടിക്കാൻ പറഞ്ഞേ. അത് ഉസ്താദെ ഒരു പേജില്ല. യൂസീക്കുമുല്ലാഹ് ഓതിയാ പോരടാ ഇല്ലേ? ഇല്ലേ? യൂസീക്കുമുല്ലാഹ്, യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും. ആയത്തൊന്ന് പഠിച്ചു നോക്കണം. മുട്ടയിടും ഇരുന്നിട്ട്. ഖുർആനിൽ ആ ഒരു ആയത്ത്, 2 ആയത്ത് ഓതുമ്പോൾ ഹാഫിളീങ്ങൾക്ക് വരെ തെറ്റിപ്പോണ ആയത്ത. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇരുന്ന് ഈ മക്കളെ പഠിച്ചേ. ഞങ്ങളൊക്കെ പഠിക്കുമെന്ന് ഊപ്പാട് വന്നിട്ടുണ്ട്. ആ ഖുർആനിലെ ഒരായത്ത് ഈ A+ വാങ്ങിച്ചവനെ വിളിച്ചിരുത്തിയിട്ടൊന്ന് പഠിപ്പിക്കാൻ നോക്ക്. ഇരുന്ന് പെടുന്ന പാട് കാണാം. അപ്പോഴാ 114 സൂറത്ത് അള്ളാൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന 6600 പരം വരുന്ന ആയത്തുകൾ. ഇവരാടാ രാജാക്കന്മാർ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. 100 A+ അല്ല, ഇനി ഡോക്ടറല്ല, എൻജിനീയർ അല്ല, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, എത്ര വലിയ ഉയരങ്ങളിലെത്തി MA-ക്കാരനോ ഡിഗ്രിക്കാരനോ ആരുമാകട്ടെ, അവൻ നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. ഇവന്മാർ പോകുമ്പോൾ 40 എണ്ണത്തിനെ കൊണ്ടുപോകാം. അതാ മഹത്വം. ഇരിക്കണ 46 എണ്ണത്തിനോടും അല്ല പറയും, 40 പേരെ പിടിച്ചോ ഇഷ്ടമുള്ള. ഇഷ്ടമുള്ള 40 പേരുടെ കൈ പിടിച്ചോ. ഇന്ന് നിനക്ക് ഞാൻ അവസരമുണ്ട്. നിങ്ങളൊക്കെ ഭക്ഷണം കൊടുക്കുമല്ലോ ഈ മക്കൾക്ക്? കഴിക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ, സഹായിച്ചിട്ടുണ്ടല്ലോ. ആ സഹായിച്ചതിൻ്റെ പ്രതിഫലം നാളെ 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഇവർക്ക് അവസരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇവൻ്റെ വാപ്പായും ഉമ്മായും മാത്രമല്ല, സർവ്വതും പോത്തില്ല സ്വർഗത്തിൽ. ഒരു ഹാഫിലിൻ്റെ വിലയതാ. ഞാൻ പറഞ്ഞത്, ഇന്ന് ഈ മക്കൾ ഈ സദസ്സിൽ കയറി ആദരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ തങ്ങളുടെ കയ്യിൽ നിന്ന് അള്ളാഹുവേ ഇവരിങ്ങനെ ആദരിക്കുന്നത് കാണുമ്പോൾ നീയും ആഗ്രഹിക്കണം, എനിക്കും 3-4 എണ്ണം ഉണ്ടല്ലോ അല്ലാ, ഒരെണ്ണത്തെ ഇതുപോലെ നിർത്താമല്ലോ. ഒരാളെയെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളാക്കാൻ, ഹാഫിളീങ്ങളാക്കാൻ, ആലിമീങ്ങളാക്കാൻ നിനക്കും ഒരാഗ്രഹം ഉണ്ടാകണം പെങ്ങളെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാണ്. ഇവിടെ ഇരിക്കുന്നവരെ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ കല്യാണം കഴിച്ചല്ലോ. ഉസ്താദ് പ്രസംഗിച്ചത് കല്യാണത്തിന് മുമ്പ് നോക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ്. ഉസ്താദേ മക്കള് വളർന്നു പോയല്ലോ, മക്കളെ അള്ളാഹു നൽകിയല്ലോ, പിന്നെ ഉസ്താദ് വാട വെച്ച കഥ പറഞ്ഞല്ലോ, കാര്യമില്ലല്ലോ. ഇപ്പോഴാണോ ഇത് പറയുന്നതെന്ന് ചോദിക്കുന്നവരെ, നിങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ മഹ്ർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ നല്ലവളാകണോ? അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാകണോ? അവൾ നിസ്കരിക്കുന്നവളാകണോ? അവൾ മാതൃകയുള്ളവളാകണോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന പെങ്ങള്, സുന്നത്ത് നോമ്പ് വരെ പിടിക്കുന്ന പെങ്ങള്, ദുഹാ നിസ്കരിക്കുന്ന പെങ്ങള്, ഭർത്താവ് ഉസ്താദേ പള്ളിയിൽ പോയി നിസ്കരിക്കാത്തവനാണ്. എങ്ങനെ ഉസ്താദേ നന്നാകാനുള്ള വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് അവസാനമായി പറഞ്ഞു തരാ. ഈ പറയുന്ന ഒരു നന്മ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭാര്യയെ നന്നാക്കുകയാ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കുകയാ, നിങ്ങളുടെ വീടിന്റെ അകത്ത് സമാധാനം വരികയാ, നിങ്ങളുടെ വീടിന്റെ അകത്ത് സന്തോഷം വരികയാ, പടച്ചവനെ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. റബ്ബേ, പടച്ചവനെ ദുനിയാവിലും ഒരുമിച്ച് നാളെ സ്വർഗത്തിലും ഒരുമിച്ച്. അല്ലാഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരുമിച്ചിരിക്കുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ സലാം പറയുകയാ. മലക്കുകൾ നിന്നോട് സലാം പറയുകയാ. ചാരികസേലയിരുന്ന് സുഖിക്കുകയാ. അല്ലാഹുവേ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിങ്ങൾ കൊടുക്കുന്ന ഈ പൈസയാണ് ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി ലഭിക്കാനുള്ളത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും ഒന്ന് പൊക്കറ്റ് കൈയിട്ടെ. ഇൻഷാ ഇവിടെ ഉള്ളതുണ്ടോ നോക്കടോ, വെച്ചതുണ്ടോ നോക്കിക്കെല്ലാവരും. ഇതെന്തിനു വേണ്ടിയാണ്? ഇതെന്തിനു വേണ്ടിയാണ്? അൽഹംദുലില്ലാ. എല്ലാവരും അൽഹംദുലില്ലാ പെട്ടെന്ന് സ്വല്ലല്ലാഹു അലാ. അവിടെ ഇരുന്ന് അങ്ങോട്ട് കൊണ്ടുവരും. മുസാഫത്തൊന്നുമില്ല, എല്ലാം അങ്ങോട്ട് വരും. എന്താ ഇപ്പം ബക്കറ്റ് വിട്ടു? അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് സദക്ക ഇട്ടോ, പ്രതിഫലം കേട്ടിട്ട് പൊക്കോ. ഈ പൈസ ഇടുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയും. ഒന്ന്, നിനക്ക് സന്തോഷമുള്ള ജീവിതം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. അല്ലാഹു പറയുകയാണ്, ഈ ബക്കറ്റിന്റെ അകത്ത് ആരൊക്കെ പൈസ ഇടുന്നുണ്ടോ, എടോ നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് സമാധാനത്തോടെ ഒരു ദിവസം ജീവിക്ക്. ഈ ബക്കറ്റിന്റെ മുത്തല്യമായ മോനെ, ധൃതി വേണ്ടടാ, സമാധാനത്തോടെ പോടാ. രണ്ടെണ്ണം നിങ്ങൾ രണ്ടുപേരും സമാധാനത്തിൽ. നിനക്ക് സ്വർഗത്തിൽ പോണോടാ, സ്വർഗത്തിൽ പോണോ? എല്ലാവരുടെ മുന്നിൽ പോയി പൈസ വാങ്ങിച്ചോ. നിനക്ക് വീട് വെക്കാനല്ല, ധൈര്യമായിട്ട് പൊക്കോ, സ്വർഗത്തിൽ പോകാനാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക് താത്താമാരെ, നിങ്ങൾ സ്വർണ്ണവിട്, നിങ്ങൾ പൈസ ഇടണ്ട, സ്വർണ്ണവിട്. കാരണം വീട്ടിൽ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് അനുഭവിക്കുന്ന പീഡനം നിനക്കറിയാമല്ലോ. പടച്ചോനെ, എന്താ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയി എന്ന് സങ്കടം തോന്നുന്നില്ലേ? നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ. നിന്റെ ഭർത്താവിന് അള്ളാഹു നന്നാക്കി തരും. നീ പൈസ കൊടുക്ക്, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉപകരിക്കുന്ന മക്കൾ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ അള്ളാഹു നിങ്ങൾക്ക് നല്ല മക്കളെ തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരികയാ. നിങ്ങളുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 46 മക്കള്. ഇവർക്ക് നിങ്ങൾ പലരും ഭക്ഷണം കൊടുത്തവരാണ്, ഇവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തവരാണ്, ഇവരെ നിങ്ങളെ സ്നേഹിച്ചവരാണ്. പടച്ചവനെ, നിങ്ങൾ കൊടുത്ത ഭക്ഷണം കഴിച്ച് വളർന്ന മക്കളാണല്ലോ. അള്ളാഹുവേ, നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എങ്ങനെയുള്ള
ഭംഗിയുള്ള ജീവിതം അല്ലാഹു തരുമെന്നറിയുമോ? നിനക്ക് ഞാനൊരു ഭാര്യയെ പറഞ്ഞു തരാ, നിനക്ക് ഞാനൊരു ഭാര്യയെ പറഞ്ഞു തരാ, ഒരു ഭർത്താവിനെ പറഞ്ഞു തരാ, ഒരു മകനെ പറഞ്ഞു തരാ. ഇതിലാരാണ് ജയിച്ചതെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? പടച്ചവനെ, ഞാൻ നിങ്ങൾക്കൊരു കുടുംബത്തെ പറഞ്ഞു തരാ. ഇതുപോലെയാകണം നിന്റെ കുടുംബം, ഇതുപോലെയാകണം നിന്റെ വീട്. ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാണ്. അല്ലാഹുവേ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചവനെ ഒരു പാതിരാത്രിയില് പടച്ചവനെ തന്റെ ഭർത്താവും തന്റെ പൊന്നുമകനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയതാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നിസ്കരിക്കാൻ പോയ തന്റെ പൊന്നുമകനെയും ഭർത്താവിനെയും കാണുന്നില്ല. ഒരു ഭാര്യ ഇങ്ങനെ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. അവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഭർത്താവിനെ കാണാതെ വന്നപ്പോ വീടിന്റെ കവാടത്തിൽ തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. ആരാണ് നിൽക്കുന്നതെന്നറിയുമോ? മഹദി ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെയും പൊന്നുമകനെയും കാത്തു തന്റെ വീടിന്റെ വാതിലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ചവനെ, അങ്ങകലെ നിന്ന് തന്റെ ഭർത്താവും തന്റെ പൊന്നുമകനും ഇങ്ങനെ നടന്നു വരികയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കാണുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നുമകൻ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ അങ്ങ് ദൂരെ നിന്ന് നടന്നു വരുന്നത് അവിടുന്ന് ഉമ്മു സുലൈം കാണുകയാണ്. സമാധാനമായി, അവിടുന്ന് സമാധാനമായി. പടച്ചവനെ, രണ്ടുപേരും ഇങ്ങനെ വീടിന്റെ അടുക്കലേക്ക് നടന്നു വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നോക്കുമ്പോ ഒരു രംഗം കാണുകയാ. മൂന്നാമതും ഒരു മനുഷ്യനുണ്ട്, ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട്. തന്റെ ഭർത്താവിന്റെ കൂടെ തന്റെ പൊന്നുമകന്റെ കൂടെ അവര് രണ്ടുപേരുമല്ല, മൂന്നാമതൊരു മനുഷ്യനുമുണ്ട്. വീടിന്റെ മുന്നിൽ വന്നു സലാം പറഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിനകത്തേക്ക് വിളിച്ചിരുത്തി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് പോയി അവിടുന്ന് ചോദിക്കുന്നു, തൽഹ, ആരാണൊരു പ്രായമുള്ള മനുഷ്യന് കൂടെയുണ്ടല്ലോ, ആരാണ് നിങ്ങളുടെ കൂടെ വന്നത്? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, ഉമ്മു സുലൈം ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാതൊരു പാവപ്പെട്ടവനുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാരാ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാരാ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ. അവിടുന്ന് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതാണ്. ഉമ്മു സുലൈം കരയുകയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരയുകയാ. എന്തിനാ നീ കരയുന്നത് പെണ്ണേ, നീ എന്തിനാ കരയുന്നത്? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഭക്ഷണ പാത്രം എടുത്ത് കാണിച്ചു കൊടുക്കുകയാ. ഈ ഇരിക്കുന്ന ഭക്ഷണമേ ഉള്ളൂ, ഈ ഇരിക്കുന്ന ഭക്ഷണമേ ഉള്ളൂ. പടച്ചവനെ, നമ്മുടെ പൊന്നുമകൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. നമ്മുടെ 11 വയസ്സുള്ള പൊന്നുമകൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നാൽ നമ്മുടെ മകന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഈ വീടിന്റെ അകത്തുള്ളൂ. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാണ്, നമ്മുടെ മകന് കഴിക്കാനുള്ള ഭക്ഷണമേ ഈ വീടിന്റെ അകത്തുള്ളൂ. പിന്നെ എങ്ങനാ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ? നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ എങ്ങനെയാ ഭക്ഷണം കൊടുക്കുന്നത്? രണ്ടുപേരും അടുക്കളയിലിരുന്ന് കരയുകയാ, രണ്ടുപേരും അടുക്കളയിലിരുന്ന് കരയുകയാ. അപ്പോഴാണ് അനസോടി വരുന്നത്. രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. മോനെ, ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, ഇന്ന് മോന് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. പടച്ചവനെ, 3 പേരും അടുക്കളയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു സുലൈം, സ്വാലിഹായ പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്, ആ സ്വാലിഹത്തായ ഭാര്യ പറയുകയാ, ഇങ്ങനെയാകണം പെങ്ങളെ, ഇങ്ങനെയാകണം പെങ്ങളെ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാം, ഞാനൊരു വഴി പറഞ്ഞു തരാം.
ദേ വഴിയെന്നറിയുവോ? ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിടാം, ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിൽ വെക്കാം. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. 3 പേരും ഭക്ഷണം കഴിക്കാം. പാത്രത്തിലേക്ക് കൈയിടുമ്പോ ഉമ്മ മകനോട് പറഞ്ഞു കൊടുത്തു, മോൻ വിളക്കണയ്ക്കണം. മോൻ വിളക്ക് തൻ്റെ കൈ കൊണ്ട് തട്ടി അണച്ച് കളയണം. എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ അഭിനയിക്കണം. ഉമ്മ തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണപാത്രത്തിൽ കൈവച്ചാൽ അടുത്തിരിക്കുന്ന വിളക്ക് തട്ടി അങ്ങ് അണച്ച് കളയണം. എന്നിട്ട് മോൻ കഴിക്കരുത്, നിങ്ങൾ പട്ടിണിയിരിക്കണമെന്ന് മകനോടും ഭർത്താവിനോടും പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ, ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും തിന്നാൻ ഒരുമിച്ചിരുന്നു. അനസ് എന്ന് പറയുന്ന 11 വയസ്സുകാരൻ വയറ് നിറച്ചു വല്ലതും കഴിച്ച് ദിവസങ്ങളായി. ഭക്ഷണത്തിലേക്ക് നോക്കി, ഉമ്മയുടെ മുഖത്ത് നോക്കി. ആര് പറയുന്നതനുസരിക്കണം? ഭക്ഷണം വാരി കഴിക്കണോ, ഉമ്മ പറഞ്ഞതനുസരിക്കണോ? സ്വാലിഹായ അനസ് എന്ന് പറയുന്ന പൊന്നുമകന് ചിന്തിക്കാനൊന്നുമില്ല. അവിടെ നിന്ന് വിളക്കണച്ചു. വാപ്പയോടൊപ്പം ഇരുന്ന് അഭിനയിക്കുകയാ. ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. പടച്ചവനെ, അവസാനം ആ പാവപ്പെട്ടവന് ഭക്ഷണം കഴിച്ചു ദുആ ചെയ്തു ഇറങ്ങിപ്പോയി. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടന്നു. വാപ്പയും മകനും ഉമ്മയും അവിടെ നിന്ന് പട്ടിണി കിടന്നു. ആരും പരാതി പറഞ്ഞില്ല, ആരും കുറ്റപ്പെടുത്തിയില്ല. 3 പേരും അവിടെ കിടന്നുറങ്ങി. രാവിലെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു. ഭാര്യയെ വിളിച്ചു നിസ്കരിക്കാൻ എഴുന്നേക്കു. പെണ്ണെ, ബാങ്ക് വിളിച്ചു നിസ്കരിക്കാൻ എഴുന്നേക്കു. പൊന്നുമോനെ വിളിച്ചുണർത്തു. പൊന്നുമോനെ പള്ളിയിലേക്ക് പോകാൻ ഒരുക്കു. പടച്ചവനെ, അതാ തന്റെ പൊന്നാര മകനെ ഉമ്മു സുലൈം അവിടെ നിന്ന് വിളിച്ചൊരുക്കുകയാണ്. തന്റെ പൊന്നുമകനെ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പറഞ്ഞു വിടുന്നതിന് വേണ്ടി തയ്യാറാക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ, ശരീരം തളരുന്നു വാപ്പാ, എൻ്റെ ശരീരം തളരുന്നു വാപ്പാ, നടക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല വാപ്പാ. മോനെ, ചുമലിൽ കേറടാ. മോനെ, നിന്നെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ചുമലിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഐന അബൂ തൽഹ, അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അടുത്തേക്ക് വിളിച്ചു. റസൂലുള്ള അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അതല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. എങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിന്റെ അകത്ത് നടന്നത് എങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജിബ്രീലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തൽഹ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു. ഖുർആനിൽ ആയത്തിറങ്ങി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു വീടിനെ കുറിച്ചേ പറയുന്നുള്ളൂ, ഒരേ ഒരു വീടിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അതാരുടെ വീടെന്നറിയുമോ? അബൂ തൽഹയുടെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൽഹ, ഇന്നലെ നിന്റെ വീട് കാണാൻ, ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. നിന്റെ വീട് കാണാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ടവനെ കഴിക്കാൻ ഭക്ഷണം കൊടുത്തതിന് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ വീട് എങ്ങനെയാ കണ്ടു? നിങ്ങളുടെ ജീവിതം എങ്ങനെയാ കണ്ടു?